ആർക്കും അതറിയില്ല. ഇപ്പൊ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയ സമയം. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉരുവച്ചാലിലാണ് കേട്ടോ. ഉരുവച്ചാൽ വൺ ഓഫ് ദി സ്പെഷ്യൽ പ്ലേസിലാണ്. അപ്പോൾ സ്ഥലം എവിടെയാണെന്നല്ല, ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടാവും. ഞങ്ങൾക്ക് ബോർഡ് കാണിച്ച് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുറച്ചും കൂടി അരിയത്ത് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയും. ഒരു സ്പെഷ്യൽ പ്ലേസ് കേട്ടോ, ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഒന്നും മിസ്സാക്കണ്ട. ശ്രീ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഉരുവച്ചാലിലാണ് സ്ഥലം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കുറ്റ്യാട്ടൂരും വരുന്നത്. ഫുള്ള് കാടും ചെടിയൊക്കെ പിടിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ സ്ഥലത്ത്. അപ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് കാട് പിടിച്ചിട്ടുള്ളത്. ഉത്സവം എപ്പോഴാണ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ കേട്ടോ. അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാം മാസത്തിലെ അമാവാസിയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കേട്ടോ. അതായത് വർഷത്തിലൊരിക്കൽ മാത്രം. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ളിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു സ്വയംഭൂ വിഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ സമയവും നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതിനുള്ളിൽ കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് എങ്ങനെയായാലും ലൈക്ക് അടിച്ചോളൂ കേട്ടോ. കാരണം ഇനി വരാൻ പോകുന്നത് അത്രയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ മനസ്സിനെയൊക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന പോലത്തെയുള്ള ചില സ്ഥലങ്ങളാണ് കേട്ടോ. കാരണം ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. അവിടെ കാണുന്നതാണ് കേട്ടോ ആ ഗുഹ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ഓടി കയറിയിട്ട് മുന്നിലെത്തിയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. കക്ഷി ഫുള്ള് ത്രില്ലടിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും വന്നിട്ടില്ല, അത് തന്നെ മെയിനായിട്ടുള്ളത്. എന്തായാലും സംഭവം വേറെ തന്നെയായിരുന്നു കേട്ടോ. കണ്ടിട്ട് തന്നെ ഒരു ചെറിയ പേടി വന്നിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അവിടെയാണ് കാണുന്നത് കേട്ടോ. നോക്കിയാട്ടെ. അപ്പോൾ നമ്മളതിൻ്റെ ജസ്റ്റ് ഒന്ന് എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. ഗ്യാരണ്ടി പറയുന്നില്ല, ആരെയും കാണുന്നില്ല ഇവിടെ. ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കണം, എന്നിട്ട് മാത്രമേ ഫുള്ളായിട്ടുള്ളിൽ കയറാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ടോർച്ചൊക്കെ എടുത്ത് വന്നിട്ടുള്ള കേട്ടോ. ഒരു ടോർച്ച് ഇവന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡയറക്ടർക്ക് ഒരു ടോർച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാൻ കേട്ടോ. നോക്കട്ടെ എന്തൊക്കെ ഉള്ളിലുള്ളതെന്ന് അറിയില്ല ശരിക്ക്. ഒന്ന് ചെന്ന് നോക്കാം. ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതടിച്ചോ. അങ്ങോട്ട് ഒരുപാട് വഴികൾ കാണുന്നുണ്ട് കേട്ടോ. മേലോട്ട് നോക്കിയാട്ടെ. ഏറ്റവും പോകണം. വെള്ളം വീഴുന്നുണ്ട്. മഴയത്തൊരു വെള്ളമൊക്കെ വീഴുന്ന അടിപൊളി ഒരു സൂപ്പറായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ടോർച്ച് അടിച്ചുകൊണ്ടാണ് ഇത്രയും വെളിച്ചം കിട്ടുന്നത്. പകൽ സമയമാണ്. രാവിലെ 11 മണി സമയത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഉള്ളിലെ അവസ്ഥയൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല, എത്രത്തോളം ഉണ്ട്. ഉള്ളിൽ പോകേണ്ടി ഒരുപാട്. എൻ്റെ പോണേ ആരും ഇല്ല കേട്ടോ. ആൾക്കാരൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം.
അങ്ങനെ നല്ലോണം ഉള്ളിലേക്കൊന്ന് പോയി നോക്കാന്ന് വെക്കുന്നത് കേട്ടോ. എന്തായാലും നോക്കാം. ഈ മ്യൂസിക് ഒന്നും ഇടലടാ. അച്ഛനെ ഏതാ വഴി? അപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ, വഴി ഏതാണെന്നും അറിയില്ല. ഇവിടെ സ്റ്റക്കായിട്ടാണല്ലേ. ഉള്ളിൽ കയറി നോക്കട്ടെ. ഓറ് പറഞ്ഞ വഴി ഇതാണെന്നാ തോന്നുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. ശിവന്റെ ഭൂതഗണങ്ങളുടെ ഒരിതാന്നാ പറയുന്നത് കേട്ടോ. ഇതാണ് ശരിയായ ഗുഹ. ഇതൊക്കെയാണ് ഗുഹ എന്ന് പറയുന്നത്. ഗണപതിയുടെ വിഗ്രഹം, സ്വയംഭൂ വിഗ്രഹം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കറിയില്ല. ഇത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇതിലൂടെ ഓരോ ഇതിലെ വഴിയുണ്ട്. ആ ഓക്കെ. എന്നാ കടന്നു നോക്കാം എന്തായാലും. ഇവിടം വരെ എത്തിയില്ല. ഓ മോനെ പാടാ, കുനിഞ്ഞിട്ട് ഫുള്ള് സൈഡാവും. അയ്യോ, നമ്മൾ കയറാൻ പോന്ന അങ്ങനെ. സംഭവം സെറ്റാ കേട്ടോ, വളരെ സെറ്റാണ്, ഒന്നും പറയാനില്ല. ഓ ഇതാ ഇവൻ എന്നെ കളിയാക്കാണ് ഗായ്സ്. നമ്മളെ കഥപ്പിനെ പറ്റിക്ക് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ കഥച്ചു പോകും കേട്ടോ. സത്യത്തിൽ വളരെ സെറ്റ് സംഭവമാണ്. സത്യത്തിൽ കഥച്ചു പോകും. അപ്പോൾ സ്ഥലം അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട, ഉത്സവത്തിന് മാത്രം ഇങ്ങോട്ട് വരുക, അല്ലാണ്ട് വരണ്ടാന്ന് ഞാൻ എൻ്റെ അഭിപ്രായം. ആർക്കും അതറിയില്ല. ഇപ്പൊ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കേട്ടോ. ഇതാ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. ആളുകളൊന്നും ഇല്ലാതെ വരാതെ നിൽക്കരുത്. കാരണം ഭയങ്കര ഡേഞ്ചറാണ് സംഭവം. ചിലപ്പോൾ നമുക്കിതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക പോകുന്നത്. ഒരുപാട് സ്ഥലമുണ്ട് ഉള്ളിലേക്ക് പോകാനായിട്ട്. ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം അറിയുന്ന ആരും ഇല്ല. വേണ്ട കിട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ആളുടെ നമുക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു തവളയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫൈനലി പുറത്തെത്തിയിട്ടുള്ളത്. കുറേ ദൂരം പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്താ പറയണ്ടേ, ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ നാച്ചുറൽ കണ്ണൂർ ജില്ല എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ മുൻനിരയിലെത്തേണ്ട ഒരുപാട് ഹിഡൻ സ്പോട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല. ഉരുവച്ചാൽ റോഡിൽ കൃത്യം, അതായത് നമ്മൾ മയിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് ഇടത്തോട്ട് തെറ്റിക്കഴിഞ്ഞാലാണ് നമ്മളിവിടെ എത്തുന്നത്. അഞ്ചരക്കണ്ടി, ഇരിക്കൂർ ആ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് തെറ്റിക്കഴിഞ്ഞാലാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ തിരിച്ചിറങ്ങിയ കേട്ടോ. വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല. കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും.
ഇതിന് തൊട്ടടുത്ത് വീടുള്ള ഒരു ചേട്ടനോട് അന്വേഷിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞതാണ് നവംബർ 1-നാണ് ഇവിടെ ഉത്സവം നടക്കുന്നതെന്നാണ്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ നവംബർ 1-ന് വരും. അപ്പോൾ ഒരുപാട് നല്ല എന്താണ് ആചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനും എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും നവംബർ 1-ന് കേട്ടോ. കാരണം അത്രയ്ക്ക് പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ സ്ഥലമാണെങ്കിലും ഒരു അടിപൊളി എന്താണ് ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ഇവിടെ എത്തിയ സമയത്ത്. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ഓടിച്ചാടി ഇറങ്ങാൻ പോകുന്നതാണ്. കാരണം ഡയറക്ടർക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കക്ഷി എന്താ പറയുക പെട്ടെന്ന് തന്നെ ഓടി ഇറങ്ങി പോകുന്നത്. അതെ, ഈ സ്റ്റെപ്പ് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ടുള്ള ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സ്ഥലമാണ് കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. നമ്മുടെ നാടിനെ, അതായത് നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ കേരള ആണെങ്കിലും നമ്മുടെ കണ്ണൂർ ജില്ല വേറെ ലെവലിലേക്ക് പോകേണ്ട സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്ക്, ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ നശിപ്പിച്ച് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കേട്ടോ. നശിച്ച് കിടക്കുന്നത്, നശിപ്പിക്കുന്നതല്ല നശിച്ച് കിടക്കുന്നത്. അപ്പോൾ ആടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കേട്ടോ കുറച്ച് ഒരാൾ പോലും ഇവിടെ ഇല്ല സത്യത്തിൽ. ആളുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇനിയൊരു ഉത്സവം നടക്കുന്നുണ്ട് ആ സമയത്ത് കുറേ കൂടി ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വന്നിട്ട് ഉള്ളിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ.